ഹായ് സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വ ശ്യാമ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ ആണ്. അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ രാധികയും മുത്തശ്ശിയും കൂടി നമ്മുടെ പ്രിയങ്കയുടെ പ്രഗ്നൻസി അതൊരു ഫേക്കാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അവർ ശ്യാമിനോട് കാര്യം പറഞ്ഞിട്ട് ശ്യാമ സുകുമാരി മുത്തശ്ശി അറിയാതെ വേറെ ഡോക്ടറൊക്കെ സെറ്റ് ചെയ്തിട്ട് അവളെ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് റിസൾട്ട് കിട്ടിയിരിക്കുകയാണ് അവർക്ക്. ഇതൊന്നും അറിയാതെ നമ്മുടെ ആ ഫേക്ക് ന്യൂസ് കൊടുത്ത ആ ഡോക്ടർ നമ്മുടെ പ്രിയങ്കേനെ ഇങ്ങനെ ചെക്കപ്പൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ഇവർക്ക് വേഗം ഈ ഡോക്ടർ എന്നെ ഡിസ്ചാർജ് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് കൊടുത്താൽ എന്തെങ്കിലും തെളിഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്ന് ഡിസ്ചാർജ് കൊടുക്കാനുള്ള ഒരുക്കത്തിലായിരിക്കും ഒരു നേഴ്സ് വന്നിട്ട് പറയുകയാണ് ഈ ഡോക്ടറോട്. ഡോക്ടർ സുധാകൃഷ്ണൻ സാർ വിളിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൻ്റെ MD വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി അവിടെ നിന്ന് പുറത്ത് ഇറങ്ങുന്ന സമയത്ത് ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, തങ്കം പോലൊരു പെങ്കൊച്ച്, എന്ത് നല്ലൊരു പെങ്കൊച്ച്, ഇതുപോലെയുള്ള പെങ്കൊച്ചുമാരൊക്കെ എത്ര വേണമെങ്കിലും ലോകത്തുണ്ടായിക്കോട്ടെ, ഞാൻ പെട്ടുപോയെന്ന് വിചാരിച്ചതാണ് മോളെ എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്കനോട് പറയാണ്. അപ്പം പ്രിയങ്ക ഇങ്ങനെ എല്ലായിടത്തും ചുറ്റും നോക്കുമ്പോൾ ആരും കാണുന്നില്ല, രാധികനെയും കാണുന്നില്ല, ജയഭാരതി മുത്തശ്ശിനൊന്നും കാണുന്നില്ല. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, എവിടെ മുത്തശ്ശി ആ തള്ളയും മകളും എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി അപ്പുറത്ത് എവിടെ എങ്ങാണ്ടും തേരാപാരം നടക്കുന്നൊക്കെ ഉണ്ടാകും എന്നിങ്ങനെ പറഞ്ഞാണ്ട് അവിടെ ഇരിക്കുകയാണ്. ഇവർക്ക് അവിടെ അപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയാതെ ഇവരങ്ങനെ ആശ്വസിച്ച് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് സുകുമാരി ഇങ്ങനെ പ്രിയങ്കനോട് പറയണം, എന്തായിരുന്നു അവർക്ക് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുകയായിരുന്നു. എന്നിട്ട് ഒന്നും നടന്നില്ല. ഈ സുകുമാരിയുടെ അടുത്തല്ല അവരെ കളി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വീമ്പിളക്കിക്കൊണ്ടിരിക്കുകയാണ് സുകുമാരി മുത്തശ്ശി. പിന്നെ അപ്പുറത്ത് ആ ഡോക്ടർ നേരെ MDയുടെ ക്യാബിനിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പം കയറി ചെന്നിട്ട് ആ MDനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് സാർ എന്നൊക്കെ പറയുമ്പോൾ ഈ ഡോക്ടർ ഇവരെ രണ്ടുപേരും മുഖത്ത് അപ്പുറത്ത് രാധികയും മുത്തശ്ശി ഇരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, കുറച്ച് മുന്നേ ഇവർ അഡ്മിറ്റ് ചെയ്തിരുന്നല്ലേ ഒരു പെങ്കൊച്ച് പ്രിയങ്ക എന്നൊക്കെ പറയുമ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ആ കുട്ടിയുടെ അടുത്തായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ MD ചോദിക്കുന്നുണ്ട്, ആ കുട്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, അത് ചെറിയൊരു വീഴ്ചയായിരുന്നു, ഫ്രാക്ചറൊന്നുമില്ല സാർ, ഇപ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ MD ചോദിക്കുന്നുണ്ട്, ആ കുട്ടി പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെ പറയുമ്പോൾ ഈ ഡോക്ടർ പറയും, യെസ് സാർ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ MD വീണ്ടും ചോദിക്കണേ, മുന്നേ അവർ ഇവിടെ പ്രഗ്നൻ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ പരിശോധിച്ചത് നിങ്ങൾ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഡോക്ടർ യെസ് സാർ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ MD ചോദിക്കുന്നുണ്ട്, അന്ന് ആ പ്രഗ്നൻസി കൺഫേം ചെയ്ത് എങ്ങനെയാണ്, എന്തെങ്കിലും ടെസ്റ്റ് നടത്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഡോക്ടർ ഒന്ന് പതറുണ്ട്. അപ്പോൾ MD ചോദിക്കുന്നുണ്ട്, ഞാനേ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എടുപ്പിച്ചിരുന്നു, അതിലങ്ങനെയൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത് എന്നൊക്കെ ഈ ഡോക്ടറോട് പറയണേ. ഡോക്ടർ ആകെ പേടിച്ച് പോവുകയാണ്. കാരണം ഇത് അവരെ ജോലിനെ എല്ലാം ബാധിക്കാൻ പോകുന്നൊരു കേസാണ്. കാരണം ഒരു ഫേക്കായിട്ടുള്ള ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡോക്ടർ അവിടെ നിന്ന് ആകെ പതറാണ്. അപ്പോൾ ഈ MD പറയുന്നുണ്ട്, ഈ സ്ഥാപനത്തിനും ഈ രോഗികളെ ചികിത്സിക്കുന്ന നമുക്കും ഒരു എത്തിക്സ് ഉണ്ട്, ഇതിലേതെങ്കിലും നിങ്ങളൊന്ന് പാലിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആ ഡോക്ടറോട് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് തുടങ്ങുകയാണ് ഈ MD. അപ്പോൾ ഈ ഡോക്ടറോട് ഈ MD പറയുന്നുണ്ട്, നോക്ക്, ഇവർ രണ്ടുപേരും ആ കുട്ടിയുടെ ബന്ധുക്കളാണ്. ആ പ്രഗ്നൻസി വെച്ച് ഇവരെ തറവാടായ കണിമംഗലത്ത് വെച്ച് ആ പെൺകുട്ടി ഒരുപാട് പ്രശ്നങ്ങളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ട് കോടതി കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരിക്കുകയാണ് ആ പെൺകുട്ടിയും ആ മുത്തശ്ശിയും കൂടിയിട്ട്. അവരെ എല്ലാത്തിൻ്റെ പിൻബലം ഡോക്ടർ പറഞ്ഞ ആ വാക്കായിരുന്നു. ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു അന്തസ്സ് പോലും നോക്കാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ കാര്യം പറഞ്ഞത് എന്നൊക്കെ MD ആ ഡോക്ടർക്കിട്ട് പഞ്ഞിക്കിട്ട് പറയാണ്. നിങ്ങളോടാ ചോദിച്ചത്, നോക്കൂ, ഈ ഹോസ്പിറ്റലിൻ്റെ ക്രെഡിബിലിറ്റിയാണ് എന്നെ സംബന്ധിച്ചോളം പ്രശ്നം. ഇങ്ങനൊരു ഫേക്ക് ന്യൂസ് കൊടുക്കുന്നത് അവരുടെ സ്ഥാപനത്തിന് തന്നെ നാണക്കേടാണ് എന്നുള്ള രീതിയിൽ ഈ ഡോക്ടറോട് നന്നായിട്ട് MD ഇരുന്ന് ഷൗട്ട് ചെയ്യണം. ഇല്ലാതാക്കാൻ ശ്രമിച്ചു എനിക്ക് വ്യവസ്ഥയിൽ പോകേണ്ടി വരും, ഞാൻ ACPനെ വിളിക്കും, അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഡോക്ടർ പെട്ടെന്ന് പറയും, വേണ്ട സാർ, ക്ഷമിക്കണം സാർ, എന്നോട് ദയവായി ക്ഷമിക്കണം, എനിക്ക് ആ സമയത്ത് അങ്ങനെ പറയാൻ കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ ഷൗട്ട് ചെയ്യുന്നുണ്ട്, പ്രഷറോ, നിനക്ക് നാണം തോന്നുന്നില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡോക്ടറോട് വീണ്ടും കയർത്ത് സംസാരിക്കുകയാണ് ഈ ഡോക്ടർ. ഇവിടെ വരുന്ന പേഷ്യൻസിൻ്റെ ഒക്കെ കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലായിരിക്കുന്നത്. അപ്പം നമ്മൾ പറയുന്നിടത്താണ് അവരുടെ എല്ലാ കാര്യങ്ങളും. അപ്പം നമ്മൾ എത്രമാത്രം അവരോട് സത്യസന്ധരായിരിക്കണം എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞിട്ട്, സാർ, ഒരു CA എന്നെ വിളിച്ചിട്ട് പ്രഷർ ചെയ്തിരുന്നു,
പിന്നെ അവരുടെ കൂടെ ഇവരെ കുടുംബത്തിൽ തന്നെ ഉള്ള ആളും ഉണ്ടായിരുന്നു, മിസ്റ്റർ ഗൗതം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാധികയും മുത്തശ്ശിയും കൂടി ഇങ്ങനെ ഞെട്ടാണ്. അവനായിരുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള സൂത്രധാരൻ ഇവർക്ക് പിടികിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് പറ്റിപ്പോയതാണ് സർ എന്നൊക്കെ ഈ ഡോക്ടർ ഇങ്ങനെ പറയുമ്പോൾ MD വീണ്ടും ചൂടാണ്ട്. ഒരു പോക്കറ്റടിക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു കള്ളനെ പോലെയാണ് നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഇങ്ങനെ തല താഴ്ത്തി നിൽക്കാൻ നിങ്ങൾക്കൊരു നാണക്കേടും തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും ഈ MD അത്യാവശ്യം നന്നായിട്ട് ഈ ഡോക്ടർക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളെപ്പോലെയുള്ള ഒരാളുടെ സേവനം ഇനി ഹോസ്പിറ്റലിന് ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഡോക്ടർ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്, സർ പറ്റിപ്പോയതാണ് സർ എന്നൊക്കെ പറയുമ്പോൾ ഇയാളെ ഗെറ്റ് ഔട്ട് അടിക്കുകയാണ്. അപ്പോൾ ആ ഡോക്ടർ ജോലിയും പോയിരിക്കുകയാണ് ഗൈസ്. എന്നിട്ട് ആ ഡോക്ടർ പോകുമ്പോൾ ഈ MD നമ്മുടെ രാധികനോടും മുത്തശ്ശിനോടും പറയുന്നുണ്ട്, നിങ്ങളിനി പേടിക്കൊന്നും വേണ്ട, ഞാൻ അവർക്കെതിരെ ഞാൻ തന്നെ ആക്ഷൻ എടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, വേണ്ട സർ, കാരണം അവർക്ക് നല്ല ഫോഴ്സ് വന്നിട്ടായിരിക്കും അവരങ്ങനെയൊക്കെ ചെയ്തത്, അവർ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഈ MD പറയുന്നുണ്ട്, അതിനെന്താണ് അത്തരം ഒരു ഭീഷണി എന്തിനും ഒരു MD എന്ന നിലയിൽ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഡോക്ടർ വഴങ്ങാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് ഈ ഡോക്ടർ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജയഭാരതി മുത്തശ്ശി ആ ഡോക്ടർക്ക് നന്ദി പറയുന്നു. താങ്ക് യു സർ, താങ്കൾ കാരണമാണ് ഞങ്ങൾ ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിച്ചത്. ഈ പ്രശ്നം കൊണ്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട്, അത് ശ്യാമമ്മയുടെ നേരിട്ട് വന്ന് വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ്, അതുകൊണ്ടാണ് ഇത്രയും ഇതിൽ ഞാൻ എടുത്തത്, സീരിയസ് ആയിട്ട് എടുത്തത്. കാരണം എനിക്ക് ശ്യാമമ്മേടത്തിന് അത്രയും നല്ല ഇഷ്ടമാണ്, അത്രയും വലിയൊരു ഫാനാണ് എന്നൊക്കെ ഇങ്ങനെ ഈ MD ആയിട്ടുള്ള ഡോക്ടർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരോട്. അപ്പോൾ ഇവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം പ്രശ്നങ്ങളൊക്കെ വീട്ടിലുള്ള ഒരുപാട് പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷനാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇതേ സ്ഥാനത്ത് ഇവർ ഹോസ്പിറ്റലിൻ്റെ അവിടെ അങ്ങനെ ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണ് നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടി. ഇവരൊന്നും ഈ നടന്ന കാര്യങ്ങളൊന്നും അറിയാതെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരെയും കാത്തിരുന്നിട്ടും ഇവരെ കാണുന്നില്ല. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, നമുക്ക് പോകേണ്ടി മോനെ, ഇവരെ ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജയഭാരതി മുത്തശ്ശിനെയും രാധികനെയും ഇങ്ങനെ ഇവർ രണ്ടുപേരും ഇരുന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ഇവരെ കാണുന്നേ ഇല്ല ഭാഗത്തേക്ക്. അപ്പം പ്രിയങ്ക പറയുന്നുണ്ട്, ആ ജയഭാരതി മുത്തശ്ശിക്ക് ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്നതൊന്നും അത്ര ഇഷ്ടമല്ല, ഇതിൻ്റെ സ്മെല്ല് അതൊന്നും പറ്റത്തില്ല എന്നൊക്കെ ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അവർ തമ്പുരാട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പരിഹസിക്കാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലും നമ്മൾ പേടിച്ച പോലൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, ആ SI സാറ് വിളിക്കുമ്പോൾ ഈ ഡോക്ടർ ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ ആകെ പെട്ടുപോയേനെ എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്കനോട് സുകുമാരി മുത്തശ്ശി പറയാണ്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, സംഗതി മുത്തശ്ശി എന്ത് വിചാരിച്ചാലും ആ സംഗതി നടന്ന് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും എനിക്കൊരു പേടിയില്ലായിരുന്നു, മുത്തശ്ശി കൂടെ ഉണ്ടല്ലോ. പിന്നെ സംഭവത്തിൽ ആ ഭഗവാൻ ശ്രീകൃഷ്ണന് അവളുടെ സ്വന്തം ആളാണ്, എന്നാലും മുത്തശ്ശി വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക പറയാണ്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി അതിൻ്റെ ഇടയിൽ വേറൊരു ലേഡി ഡോക്ടർ വന്ന് എന്നെ ഒന്ന് പരിശോധിച്ചായിരുന്നു, പിന്നെ എന്തൊക്കെയോ ഒരു ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക പറയാണ് മുത്തശ്ശിനോട്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട, അതാ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകളായിരിക്കും, എന്തായാലും കുറച്ച് കാശ് പോയാലും കുഴപ്പമില്ല, നമ്മൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെ നമ്മൾക്ക് ഇത്രയും ഉപകാരം ചെയ്തു തന്നൊരു ഹോസ്പിറ്റലല്ലേ ഇത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ ആശ്വസിച്ച് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രിയങ്ക പറയുന്നുണ്ട്, അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തിൽ തോന്നുന്നുണ്ട്, കാരണം ചേച്ചി ആ തള്ളയും കൂടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഖത്തോട് മുഖമൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, സംശയിക്കട്ടെ, അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നിനക്കെന്താ, CI സാറും ഗൗതവും നമ്മുടെ കൂടെ തന്നെ തൂണ് പോലെ നിൽക്കല്ലേ, പിന്നെ നമുക്കൊരു പേടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഇവളോട് ഇങ്ങനെ പറയാണ് മുത്തശ്ശി. പിന്നെ നോക്കിയേ എൻ്റെ ഈ നാവും, അതുകൊണ്ട് ഈ ലോകം തന്നെ നമ്മളെ തോൽപ്പിക്കൂലടി, അത് ജയഭാരതിയും ആ രാധികയും വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ സംസാരിക്കാണ്. പ്രിയങ്കയും പറയുന്നുണ്ട്, അതില്ല, എന്തായാലും മുത്തശ്ശിയുടെ നാവിനെ മറി കിടക്കുന്ന ഒരു നാവ് വേറെ ആർക്കും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും മുത്തശ്ശി ഈ എണ്ണ ഒഴിച്ച് വെക്കുന്ന പരിപാടിയൊന്നും ഇനി വേണ്ട കേട്ടോ, എൻ്റെ നടു ഒടിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട്. അപ്പം സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അവൾമാർക്ക് വെച്ച കെണിയിൽ നീ വന്ന് ചാടുന്നു ഞാൻ വിചാരിക്കുന്നുണ്ടോ, എന്തായാലും അതൊന്നും കുഴപ്പമില്ല, നമുക്കിനി വേറെ എന്തെങ്കിലും പണി നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാൻ അവർ. എന്നിട്ട് അവർ രാധികനെയും മുത്തശ്ശിനെയും ജയഭാരതി മുത്തശ്ശിനെയും കാണാത്തതുകൊണ്ട് അവർ സ്വന്തമായിട്ട് തന്നെ ഓട്ടം വിളിച്ച് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാണ്. പിന്നെ നേരെ കണിമംഗലത്താണ് കാണിക്കുന്നത്. അവിടെ ജയഭാരതി മുത്തശ്ശിയും രാധികയും കൂടി കാറിൽ വന്നിട്ട് ഇറങ്ങുകയാണ്. എന്തായാലും അവർ പോകുന്നത് മറ്റേ രണ്ടെണ്ണത്തിനെയും കൂട്ടാതെ വേഗം അവരെ മുന്നിൽ പോന്നിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, എടി ആ മുത്തശ്ശിയും
പ്രിയങ്കയും കൂടി ഇങ്ങോട്ട് തന്നെ വരുമെന്ന് ഉറപ്പല്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, നമ്മളെല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞതൊന്നും അവരറിയില്ലല്ലോ, അപ്പോൾ അവരിങ്ങോട്ട് തന്നെ ഓട്ടോ പിടിച്ച് വരും എന്നൊക്കെ ഇങ്ങനെ രാധികയും പറഞ്ഞ് അവരകത്തേക്ക് ഇങ്ങനെ കയറുകയാണ്. ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, അറിഞ്ഞ കാര്യങ്ങൾ അവിടെ തന്നെ നിന്നിട്ട് ചോദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചത്. എന്താണെന്നറിയോ, അവൾ കാരണം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്ര പേര് നാണം കെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ചോദിക്കുമ്പോൾ ആ അനുഭവിച്ച കഷ്ടപ്പാട് അനുഭവിച്ച എല്ലാവരും അവരെ മുന്നിൽ തന്നെ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ അവളെ അവിടെ നിന്ന് ചോദിക്കാഞ്ഞെന്നൊക്കെ ജയഭാരതി മുത്തശ്ശി ഇങ്ങനെ പറയണേ. ഒരധികം പറയണ്ട, അത് വേണം മുത്തശ്ശി, അതാണ് ശരിയായ പ്രതികാരം. അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം അവർ കാരണം നാണം കെട്ടവരൊക്കെ അവരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരടുത്ത് തന്നെ ഉണ്ടാകണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പം നമ്മുടെ ജയഭാരതി മുത്തശ്ശി അറിയണ്ടേ, എന്തായാലും പുന്നാര മോളെയും കൊണ്ട് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അവരെ പൊരിച്ച് വിടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞ് അവരകത്ത് കയറുകയാണ്. ഒരധികം പറയുന്നുണ്ട്, അപ്പോൾ ഇന്നത്തോടെ കണിമംഗലത്തുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്നൊക്കെ പറയുമ്പോൾ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, ഇന്ന് അവസാനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ന് അവസാനിക്കാനാ മോളെ എന്നൊക്കെ ഇങ്ങനെ അവർ പറയാണ്. അപ്പോൾ പത്മിനി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ പത്മിനി വേഗം ഇവരെ കൂടെയുള്ള രണ്ടെണ്ണത്തിനെ നോക്കുകയാണ്. പ്രിയങ്കേനെയും ആ സുകുമാരിയെ മുത്തശ്ശിനെയും കാണാത്തതുകൊണ്ട് പത്മിനി ചോദിക്കുന്നുണ്ട്, അല്ല അവർ രണ്ടുപേരും അവിടെ പ്രിയങ്കനെ അവിടെ അഡ്മിറ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, അഡ്മിറ്റൊന്നും ചെയ്തിട്ടില്ല, അവരിപ്പോൾ തന്നെ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയാണ്. ആ പത്മിനി ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഒരുമിച്ചല്ലേ പോയത്, പിന്നെ നിങ്ങളെന്തിനാ ആദ്യം തന്നെ ഇങ്ങോട്ട് പോകുന്നത് അവരെ കൂട്ടാതെ എന്നൊക്കെ ഇങ്ങനെ പത്മിനി ചോദിക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അമ്മക്കറിയില്ലേ സുകുമാരി മുത്തശ്ശിയുടെ സ്വഭാവം, ചില സമയത്ത് ഒരു കാര്യത്തിൽ ആരോടും താല്പര്യമില്ല എന്നൊക്കെ പറയും, ഞങ്ങളെ കൂടെ പോരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് നിങ്ങളോട് വേറെ വണ്ടി വിളിച്ചു പോരി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങ് പോന്നു എന്നൊക്കെ ഇങ്ങനെ രാധിക പറയാണ്. അപ്പം ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, പത്മിനി നീ ആ ഉർവശിനെയും കൽപ്പനനെയും ഒന്ന് ഇങ്ങോട്ട് വിളിച്ചേ എന്നൊക്കെ പറയുമ്പോൾ പത്മിനി എന്തിനാണ് അമ്മേ അവരെ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഒന്ന് വിളിക്കുക അവരെ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പം പത്മിനി നേരെ പോയിട്ട് സ്റ്റെപ്പിൻ്റെ അവിടെ പോയിട്ട് മേലേക്ക് വിളിക്കുകയാണ്, പത്മിനി ഉർവശി ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറയാണ്. എന്നിട്ട് നേരെ തിരിച്ച് വന്നിട്ട് സുകുമാരിയല്ല നമ്മുടെ ജയഭാരതി മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് പത്മിനിയോട്. പത്മിനി ജയഭാരതി മുത്തശ്ശി നേരെ നമ്മുടെ രാധികയുടെ മുഖത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചിരിച്ചിട്ട്, അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പത്മിനിയോട് കാര്യം പറയുന്നില്ല. ആ സമയത്ത് തന്നെ കൽപ്പനയും ഉർവശിയും കൂടി അവിടെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇവർ താഴെ വന്നിട്ട് ഇങ്ങനെ കൽപ്പന ചോദിക്കേണ്ടി, എന്താ അമ്മേ എന്തിനാ വിളിപ്പിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, വിളിപ്പിച്ചത് ഞാനാണ്, എന്താ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ജോലി എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ. ഞങ്ങളവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു മുത്തശ്ശി എന്നൊക്കെ കൽപ്പന പറയണേ. അപ്പോൾ പിന്നെ നമ്മുടെ ജയഭാരതി മുത്തശ്ശി ഒന്ന് താങ്ങണം, അത് പിന്നെ എപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ വെറുതെ ഇരിക്കലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണേ. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടി ഇങ്ങോട്ട് വരും, അപ്പോൾ അവർ വരുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഇവിടെ മുന്നിൽ തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറയുന്നത്. അപ്പം ഉർവശി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അമ്മയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ജയഭാരതി മുത്തശ്ശി അറിയും, അതൊക്കെ കാര്യമുണ്ടെന്നേ, ഹോസ്പിറ്റലിൽ നിന്ന് അവരിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ആചാരപരമായിട്ട് തന്നെ സ്വീകരിക്കണം, അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ തന്നെ വേണമെന്ന് അവരോട് രണ്ടുപേരോടും പറയണത്. അപ്പോൾ ഇവർ മുത്തശ്ശനെ ഇങ്ങനെ പരിഹസിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്നൊക്കെ ഇങ്ങനെ സുകുമാരി ചോദിക്കുന്നുണ്ട്. കൽപ്പനയും ചോദിക്കുന്നുണ്ട്, അതെന്താ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നിങ്ങൾക്ക് വല്ല ഉറപ്പും കിട്ടിയ ഇതെന്താ വരുണിൻ്റെ കുഞ്ഞ് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു പരിഹസിച്ചിങ്ങനെ ജയഭാരതി മുത്തശ്ശിനോട് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ചിരിക്കുകയാണ്. കൽപ്പന പറയുന്നുണ്ട്, അതെപ്പോഴും സംശയമുള്ള കാര്യമായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഉറപ്പ് കിട്ടി, അതുകൊണ്ടാണ് പറഞ്ഞത് ആചാരപരമായിട്ട് തന്നെ അവർ വരുമ്പോൾ സ്വീകരിക്കണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പറയാണ്. അവൻ പത്മിനി ഒന്ന് ഞെട്ടുണ്ട്, അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ചില കാര്യങ്ങളിലൊക്കെ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് പത്മിനി, പക്ഷേ കാര്യം അവർ വന്നിട്ട് പറയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയാണ്. രാധികയും അത് റിവീൽ ചെയ്യാതെ ഒന്നും അറിയാത്ത മട്ടിൽ ഇങ്ങനെ പറയണം, മുത്തശ്ശിയുടെ മനസ്സിൽ എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ അമ്മേ, അതുകൊണ്ട് അവർ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കുക വേണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രാധികയും കൂടി കൂട്ടിന് പറയാണ്. അപ്പം ഈ കൽപ്പനയും ഉർവശിയും കൂടി ചെറിയമ്മ എനിക്കൊരു സംശയം എന്ന് പറഞ്ഞിട്ട് വല്ല സ്വകാര്യം പറയണം. ആ സ്വകാര്യം പറയാൻ സമ്മതിക്കാതെ തന്നെ രാധിക നേരെ അവരെ എടുത്തുകൊണ്ട് വന്നിട്ട്, അല്ലേ മുത്തശ്ശി അല്ലേ എടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ എടുത്ത് വന്നിട്ട് അങ്ങനെ സംസാരിക്കാണ്. അപ്പോൾ ഇവർ ആ സ്വകാര്യം പറയാൻ ഇവൾ സമ്മതിക്കൊന്നുമില്ല. അപ്പോൾ അതെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്നെ നേരെ നിൽക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ സംശയം നമ്മുടെ മുത്തശ്ശി തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയും എന്നൊക്കെ ഇങ്ങനെ രാധിക പറയാണ്. പിന്നെ എസ് ഐനെയും നമ്മുടെ ഗൗതമിനെയും കാട്ടിക്കുന്നുണ്ട്. അപ്പം ഗൗതം ഇങ്ങനെ ആ എസ് ഐനോട് സംസാരിക്കാനാണ്. അപ്പോൾ ഈ എസ് ഐ പറയുന്നുണ്ട്, സത്യമാണോ ഗൗതം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, അതെ സാറ്, ഞാൻ ഇപ്പോൾ കണിമംഗലം ഗ്രൂപ്പിൽ നിന്ന് പുറത്താണെങ്കിലും എനിക്ക് വിശ്വസ്തരായിട്ട് കുറച്ച് പേര് അവിടെ ഉണ്ട്, അവരെന്നോട് പറഞ്ഞ ഇൻഫർമേഷനാണ് ബെഞ്ചമിനെയാണ് അവിടെ മാനേജറായിട്ട് നിയമിച്ചത് എന്നൊക്കെ. അപ്പോൾ എസ് ഐ പറയുന്നുണ്ട്, ഗൗതം
നിനക്കറിയോ ആ ബെഞ്ചമിന് എന്നോട് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ തന്നെ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് ഇനി വരുന്ന കോള് അവിടുത്തെ മാനേജറായിട്ടായിരിക്കും എന്നൊക്കെ പറയാനായിരിക്കും എന്നൊക്കെ അയാൾ ഉറപ്പും തന്നിരുന്നു എന്നൊക്കെ ഈ SI പറയാണ്. ഞാൻ ആ സമയത്ത് ഓവർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ് അയാളെ കളിയാക്കും ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, വരുണ് കൂടി ഉൾപ്പെട്ട ഒരു ഇൻ്റർവ്യൂ ടീമിനെ അവരെ മുന്നിൽ നിന്നൊക്കെ വിജയിക്കുക എന്ന് പറഞ്ഞ ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. അല്ല, അയാൾ അത്രക്കും ക്വാളിഫൈഡ് ആണോ എന്നൊക്കെ ഇങ്ങനെ ഗൗതമ SIനോട് ചോദിക്കുമ്പോൾ SI പറയുന്നുണ്ട്, അതിലൊന്നും എന്തും തർക്കം വേണ്ടടോ. ഈ ദിവസേന പിടിക്കപ്പെടുന്ന തീവ്രവാദികളിലെ ലിസ്റ്റൊന്ന് നീ എടുത്തു നോക്കണം. അവരൊക്കെ വേണമെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ഒക്കെ ആയിരിക്കും. 90% അതുപോലെയൊക്കെ തന്നെ വരിക. അതുകൊണ്ട് ഇതത്ര വലിയ കാര്യമാക്കേണ്ട സംഭവമൊന്നും അല്ല എന്നൊക്കെ ഗൗതമിനോട് പറയാണ്. അവൻ ഗൗതം പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും അയാളൊന്ന് വിളിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് SIനോട് വിളിക്കാൻ പറയാണ് ബെഞ്ചമിന്. ഈ SI ഫോൺ എടുക്കുന്ന സമയത്ത് തന്നെ ഈ ബെഞ്ചമിൻ്റെ വണ്ടി അവിടേക്ക് വരികയാണ്. എന്നിട്ട് ബെഞ്ചമിൻ അതിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നല്ല കോൺഫിഡൻസിൽ ഇങ്ങനെ ഇവരുടെ അടുത്തേക്ക് ചിരിച്ചിട്ട് പോവാണ്. എന്നിട്ട് നേരെ SIനോട് പറയുന്നുണ്ട്, സർ ഐ എം ബെഞ്ചമിൻ, കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ SI പറയുന്നുണ്ട്, ഓ തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഞാൻ നിൻ്റെ മുന്നിൽ തോറ്റ് തൊപ്പിയിട്ടു എന്നൊക്കെ ഇങ്ങനെ ഇവനങ്ങനെ പൊക്കിയടിക്കുകയാണ്. അപ്പം ഗൗതം ഇപ്പോഴും കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട്, അല്ല ബെഞ്ചമിൻ, നിനക്കെങ്ങനെ ഇതൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ഈ ബെഞ്ചമിൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ പ്രൊഫഷനിൽ പലരോടും അങ്ങനെ വിശ്വസ്തരാകാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ബെഞ്ചമിൻ പറയാണ്. പക്ഷേ അതൊക്കെ ഡയറക്റ്റ് കൊല്ലാനുള്ളായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടാണെന്ന് മാത്രം എന്നൊക്കെ ഇങ്ങനെ ബെഞ്ചമിൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നീ പോയിട്ട് നിൻ്റെ അച്ഛനോട് പോയി പറഞ്ഞേക്ക്, ഈ നിൻ്റെ അച്ഛൻ ആഗ്രഹിച്ച പോലെ കണിമംഗലം ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെ ഈ ബെഞ്ചമിൻ ഉണ്ട് എന്ന് ഉള്ള വാർത്ത നീ പോയി പറഞ്ഞേക്ക് എന്നൊക്കെ ഇങ്ങനെ ഗൗതമിനോട് ഈ ബെഞ്ചമിൻ പറയാണ്. അപ്പം ഗൗതം, ഓക്കെ, പക്ഷേ അടുത്ത പരിപാടി എന്താ നിൻ്റെത്? ഇനി നിനക്ക് വല്ല ഈ കണിമംഗലം ഗ്രൂപ്പിന് വല്ല കൊമ്പത്തൊക്കെ എത്തിക്കാനുള്ള പ്ലാൻ എന്തെങ്കിലും ആണോ എന്നൊക്കെ ഇങ്ങനെ ഇവനോട് കുറച്ച് പരിഹസിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ബെഞ്ചമിൻ പറയുന്നുണ്ട്, ഈ കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഞാൻ ഓരോന്നായിട്ട് തകർക്കാൻ പോവുകയാണ്. അവിടെ ഒരു പുൽനാമ്പ് പോലും ഉണ്ടാവരുത് എന്നായിരുന്നു നിൻ്റെ അച്ഛൻ്റെ വിശ്വാസം. അതുകൊണ്ട് നമുക്ക് അതൊന്ന് മുറുക്കി പിടിക്കാം. നമുക്ക് ആദ്യം ഞാൻ നേടാൻ പോകുന്നത് വരുണിൻ്റെ വിശ്വാസമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരുണിൻ്റെ രഹസ്യങ്ങളുടെ ഒക്കെ ഒരു കാവൽക്കാരനായി മാറും. പിന്നെ ഞാൻ അവൻ്റെ രഹസ്യങ്ങളൊക്കെ വിൽക്കുന്ന ആളായിരിക്കും. അവസാനം ഞാൻ എന്നെ വിശ്വസിച്ച് കൂടെ നിർത്തി അവൻ്റെ ചങ്കിൽ ഞാൻ കത്തിയാണ് കുത്തി കയറ്റാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര പകയോടെ ഇങ്ങനെ ബെഞ്ചമിൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട്, അപ്പോൾ രാധിക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ബെഞ്ചമിൻ പറയാണ്, കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജർ എന്ന് പറയുന്നത് അവൻ്റെ പേഴ്സണൽ കാര്യത്തിലും ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുള്ള ആളാണ്. അതുകൊണ്ട് അതുപോലെ എനിക്ക് അവളെ തീർക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഏറ്റവും നല്ല ഈസിയായ വഴി എന്നൊക്കെ ഇങ്ങനെ ബെഞ്ചമിന് കോൺഫിഡൻസ് ആയിട്ട് ഇങ്ങനെ ഈ ഗൗതമിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ SI ചോദിക്കുന്നുണ്ട്, ആദ്യം കണിമംഗലത്തിൻ്റെ നാശമാണോ അതോ ഈ രാധികയുടെ മരണമാണോ, ഏതാ ആദ്യം തീരുമാനിക്കണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ബെഞ്ചമിൻ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം സാർ, ഇപ്പം കളിക്കാനുള്ള ഗ്രൗണ്ടായല്ലോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാലും കുറച്ച് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ സാർ? കാരണം ഒരു ഭാഗത്ത് എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ACP നെട്ടോട്ടോടാണ്, മറുഭാഗത്ത് ഈ ഇവൻ്റെ തന്നെ വിശ്വസ്തനായിട്ട് ഞാൻ കൂടെ തന്നെ നിൽക്കുകയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ദൈവങ്ങളൊക്കെ വില്ലന്മാരാണെന്നാണ്. അതുകൊണ്ടായിരിക്കും വില്ലന്മാരായ നമ്മുടെ കൂടെ തന്നെ ഇത്ര കടാക്ഷിച്ച് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനിങ്ങനെ ചിരിക്കുകയാണ്. ആ ബെഞ്ചമിനോട് ഗൗതം പറയുന്നുണ്ട്, ഞാൻ കുറേ കാലമായി നിന്നെ വന്ന് കണ്ടിട്ട്. ഒന്നാമത് എനിക്ക് ഒരു എനർജി തോന്നുന്നില്ല, ലൈഫിൽ ഒരു മടുപ്പ് തോന്നുക, ഒന്നും നേടാൻ പോകുന്നില്ല എന്നുള്ളൊരു ചിന്തകളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് കുറച്ചൊരു എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, എല്ലാം കഴിയും, എല്ലാം എനിക്ക് തന്നെ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഈ ബെഞ്ചമിനോട് പറയാണ്. അപ്പോൾ SI പറഞ്ഞിട്ട്, ഈ ചന്ദ്രശേഖരൻ സാറിൻ്റെ മേലിലത് കൊലക്കുറ്റമല്ല, കൊലപാതക ശ്രമത്തിൻ്റെ കുറ്റമാണ്. അതുകൊണ്ട് മേൽക്കോടതിയിൽ പോയാൽ വേണമെങ്കിൽ ജാമ്യമൊക്കെ കിട്ടിയിരിക്കും. അതിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടില്ല ഗൗതം എന്നൊക്കെ ഇങ്ങനെ ഗൗതമിനോട് ചോദിക്കുന്നുണ്ട്. അവൻ ഗൗതം പറയുന്നുണ്ട്, ഉണ്ട് സർ, അതിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ എന്തായാലും വേഗം പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് 4 ഭാഗത്തു നിന്നായിരിക്കും അവർക്കുള്ള ആക്രമണങ്ങൾ. എന്തായാലും നമ്മുടെ യുദ്ധം ഈ ബെഞ്ചമിൻ്റെ നേതൃത്വത്തിലായിരിക്കും. കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജറായിട്ട് നീ ആയിരിക്കും അത് നിയന്ത്രിക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ നീയാണ് ഇനി ഇതിൻ്റെ സൈന്യത്തിൻ്റെ നേതാവ് എന്നൊക്കെ ഇങ്ങനെ ഗൗതം ഇങ്ങനെ ബെഞ്ചമിൻ്റെ തോളിൽ കൈവച്ചിട്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഗൗതം ഇങ്ങനെ ചിരിച്ചിട്ട് ഇവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈ ബെഞ്ചമിനും ചിരിക്കണ്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് യുദ്ധം തുടങ്ങിയാലോ എന്നൊക്കെ ഇങ്ങനെ ബെഞ്ചമിനും പറയാണ്.
കണിമംഗലത്ത് പിന്നെ എല്ലാവരും അവിടെ മുറ്റത്ത് ഇരുന്ന് വെയിറ്റ് ചെയ്യാണ്. സൂര്യയുണ്ട്, വരുണിൻ്റെ അച്ഛനുണ്ട്, മുത്തശ്ശിയുണ്ട്, പത്മിനിയും രാധികയും എല്ലാവരും അവിടെ മുറ്റത്ത് തന്നെ ഇവരെയും കാത്ത് നിൽക്കുകയാണ്. കൽപ്പന ഉർവശി എല്ലാവരും ഇവിടെ മുറ്റത്ത് തന്നെ നിൽക്കുന്നത് കണ്ടിട്ട് നേരെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ പത്മിനിയോട് ചോദിക്കണേ, എന്താ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നത് എന്നൊക്കെ പറയാണ്. അവൻ പത്മിനി പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോയിട്ട് അവരെ ഇതുവരെ കണ്ടിട്ടില്ല, അപ്പം അവരെങ്ങോട്ടാണ് പോയതെന്ന് വിചാരിച്ച് എല്ലാവരും അവരെയും കാത്ത് നിൽക്കുകയാണ് എന്നൊക്കെ പത്മിനി അവരോട് പറയണേ. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് അവരെ കൂടെ പോയവർ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നതല്ല, അവരെ കൂടാതെ എന്നൊക്കെ പറയുമ്പോൾ ഈ ഉർവശിയും പറയുന്നുണ്ട്, അവൾ ഗർഭിണിയാണ്, അതാണ് ഏറ്റവും വലിയ പേടി, ഈശ്വരാ ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഇവർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം മുത്തശ്ശിയും രാധികയും ഇങ്ങനെ പരസ്പരം മുഖത്തൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഉർവശി അക്കാര്യത്തിലേ ഇവിടെ ഉള്ളവരെയൊക്കെ തീരുമാനം എടുത്തിട്ടാണ് എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. എന്തായാലും പ്രിയങ്കയുടെ വയറ്റിലുള്ള കുഞ്ഞ് വരുണിൻ്റെയാണെന്ന് എല്ലാവരും അവർ തന്നെ ആവർത്തിച്ച് പറയാണ്. പക്ഷെ നമുക്കങ്ങനെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് കുടുംബം ഒന്നിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അത് അംഗീകരിക്കാവുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ ഈ അച്ഛന് കാര്യം എന്താണെന്ന് പറയാതെ ഇവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കാണെങ്കിൽ ഫുള്ള് ഓടിയിട്ടൊന്നുമില്ല, എന്നാലും ഇവരങ്ങനെ എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ള രീതിയിൽ ഇവരെ കൂടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. കൽപ്പനക്കാണെങ്കിൽ നല്ല സന്തോഷമാണ്, കാരണം പ്രിയങ്കനെ അവിടെ ഉള്ളവരൊക്കെ അംഗീകരിക്കാൻ പോവുകയാണെന്നാണ് കൽപ്പന വിചാരിച്ചത്. അപ്പം കൽപ്പന ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ ഇതൊക്കെ അംഗീകരിക്കാൻ പോവുകയാണ്, അപ്പോൾ രാധികൻ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രാധിക ഇങ്ങനെ പറയാണ്, അത് പിന്നെ അച്ഛനും അമ്മയൊക്കെ എന്നോട് സംസാരിച്ച് ഈ കുടുംബത്തിൻ്റെ തീരുമാനം എന്തായാലും അതിനൊപ്പം നിൽക്കാനല്ലേ എനിക്ക് പറ്റുക എന്നൊക്കെ ഇങ്ങനെ രാധിക ഒരു പാവം പോലെ സംസാരിക്കുന്നു. ഞാൻ ആറ്റുവാശ്ശേരിയിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയാണ്. കൽപ്പന രാധികയെ അത് വലിയ കഷ്ടമായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പാവം പോലെ ഇങ്ങനെ അവളോട് തിരിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ സൂര്യ അതൊക്കെ കേട്ടിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഒരാൾ കരയേണ്ടി വരും, ഇതിപ്പം ബുദ്ധിയില്ലാത്ത പ്രിയങ്ക കരയുന്നതിനേക്കാളും നല്ലത് ബുദ്ധിയുള്ള രാധിക കരയുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ സൂര്യയും പറയാണ്. അച്ഛൻ്റെ തീരുമാനം എന്തായാലും നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്, എന്തായാലും നിനക്കെന്താ തോന്നുന്നതെന്ന് ഇങ്ങനെ സൂര്യ കൽപ്പനയോട് ചോദിക്കണേ. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഒരു തീരുമാനം പറയുന്നില്ല, കുടുംബം തീരുമാനിക്കുന്ന അതിൻ്റെ കൂടെ തന്നെ ഞാനും ഉള്ളത്, അതുകൊണ്ട് ഞാനൊരു അഭിപ്രായം പറയാനൊന്നും ഇല്ല എന്നങ്ങനെ കൽപ്പനയും പറയാണ്. സംഭവം കൽപ്പനക്ക് കാര്യങ്ങളൊന്നും പിടി കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ഭയങ്കര ഹാപ്പിയിൽ നിൽക്കുകയാണ്. കൽപ്പന നേരെ രാധികനോട് ചോദിക്കുന്നുണ്ട്, രാധിക എപ്പോഴാണ് ഇനി ഇവിടെ നിന്ന് ഇറങ്ങുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട്, എന്തായാലും മുത്തശ്ശിയും പ്രിയങ്കയും കൂടി ഒന്നും ഇങ്ങോട്ട് തിരിച്ചു വന്നോട്ടെ, അതുവരെ ഞാനിവിടെ നിൽക്കുകയാണെന്ന് ഇങ്ങനെ അവളോട് ഇങ്ങനെ പെർമിഷൻ ചോദിക്കുന്ന പോലെ ഇങ്ങനെ പറയുമ്പോൾ കൽപ്പന അത് മതി എന്നിങ്ങനെ തല ആട്ടാണ്. ആ സമയത്ത് ഓട്ടോയിൽ നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടി വന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് സുകുമാരി ഓട്ടോക്കാരനോട് ഇങ്ങനെ ചൂടാവുണ്ട്, ഏതൊക്കെ വഴി കൂടെ ഇട കൊണ്ടുവന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല പിറകിൽ ഒരു ഗർഭിണിയായൊരു സ്ത്രീയാണുള്ളത് എന്ന്, എന്നിട്ട് എന്ത് വഴിയിലേടാ ഈ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളോട് ഷൗട്ട് ചെയ്തിട്ട് ഇങ്ങനെ പൈസ ഒക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവർ മുന്നോട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്തുണ്ടാവും എല്ലാവരും മുറ്റത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരികയാണ്, എന്താ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതെന്നൊക്കെ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഒരു വേറൊരു ചിരി ചിരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ കൽപ്പനയും ഉർവശിയും ഭയങ്കര സന്തോഷത്തിൽ പുഞ്ചിരിച്ചിങ്ങനെ ഇവരെ കാത്ത് നിൽക്കുകയാണ്. കാരണം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇവർക്കും അറിയില്ല, എന്താ ഈ ഉർവശിക്കും കൽപ്പനക്കും അറിയില്ല, ബാക്കി എല്ലാവരും എല്ലാം സെറ്റായിട്ട് നിൽക്കുകയാണ്. ആ ഭാഗത്താണ് എപ്പിസോഡ് എന്തായാലും കഴിയുന്നത്. അപ്പോൾ ഇനി ഇവരെങ്ങനെയാണ് കണിമംഗലത്തുകാരെ എങ്ങനെയാണ് ഇവരെ പുറത്താക്കാൻ പോകുന്നത്, ഇനി ഇവർ പുറത്ത് തന്നെ ആകുമോ അഥവാ ഇനി അകത്ത് തന്നെ പിടിച്ച് നിൽക്കുമോ എന്നൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഗൈസ്. എന്തായാലും ഇപ്പോൾ കുറച്ച് രസം വെച്ചിട്ടുണ്ട് സീരിയലിൽ എന്നാണ് എൻ്റെ ഒരു ഫീലിങ്. കാരണം ഇതുവരെയുള്ള എപ്പിസോഡിൽ എല്ലാ ടൈമിലും രാധികയ്ക്ക് ഫുൾ നെഗറ്റീവായിട്ടായിരിക്കും, അവർക്ക് ജയിക്കാനുള്ള ചാൻസുകളൊക്കെ വളരെ കുറവും, ഈ പ്രിയങ്കയുടെ ഭാഗം മാത്രം ജയിച്ചു വന്നപ്പോൾ കുറച്ച് ബോറിംഗ് ഒക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം ഗോള് ഫുള്ള് രാധികയുടെ കയ്യിലായതുകൊണ്ട് കുറച്ച് രസമുണ്ട് കാണാൻ. ഓക്കെ ബൈ.